പക്ക മാസ് ഫാമിലി എൻ്റർടൈനർ തന്നെ. മാസ് പടം എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടത് 72-കാരൻ്റെ അഴിഞ്ഞാട്ടം. മമ്മൂക്കയുടെ ഈ പ്രായത്തിൽ മമ്മൂക്ക ഇത്രയും എനർജറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ ആ ഒരു ഡെഡിക്കേഷൻ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ടർബോ മമ്മൂക്കയുടെ മാസ് പടം ആ രീതിയിൽ കാണാണെങ്കിലല്ല പടം 1.5 മുതലാണ്. ടർബോ എന്ന് പറയുന്ന ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. നമ്മൾ ആക്ഷൻ മൂവീസിന് പൊതുവെ നമ്മൾ ലോജിക്ക് നോക്കിയാലോ കഥയുടെ ഗതി നോക്കിയാലോ നമ്മൾ നിരാശപ്പെടും. പക്ഷേ ഈ സിനിമയുടെ തുടക്കത്തിൽ ഭയങ്കര പതിഞ്ഞ താളത്തിലാണ് തുടങ്ങിയത്. സാധാരണ ആക്ഷൻ സിനിമയുടെ പേജിലേക്ക് വന്നില്ല. പക്ഷേ അവസാനത്തെ ഒരു 15-20 മിനിറ്റ് ഒരു വർത്ത് വാച്ചിങ് ആണ്. കാരണം ആ ആക്ഷൻ രംഗങ്ങൾ നമ്മളധികം മലയാള സിനിമയിൽ കണ്ട് ശീലമില്ലാത്ത രീതിയിലുള്ള ചില സീനുകൾ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് റോപ്പ് ഉപയോഗിച്ചാലും ഡൂപ്പ് ഉപയോഗിച്ചാലും തൻ്റെ മെയ്വഴക്കം കൊണ്ട് നമുക്ക് ആ രംഗങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 20 മിനിറ്റിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ കാണേണ്ടത്. കാരണം തുടക്കത്തിൽ എനിക്ക് കാണാൻ പോകുന്നവർ ഇത് കാണുമ്പോൾ ഇതെന്താണ് പറഞ്ഞ പോലെ വരുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുക. സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ആക്ഷൻ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു റോളാണ് രാജീവ് ഷെട്ടിയുടെ വില്ലൻ. നമുക്കറിയാം പുള്ളി മുൻപും ചെയ്തിട്ട് വിജയിച്ച റോളാണ്. അപ്പോൾ ഞെട്ടിച്ചാടിയ ബിന്ദു പണിക്കരാണ്. കോമഡി ആണെങ്കിലും ചില ആക്ഷൻ ടെൻഷൻ രംഗങ്ങളിൽ അത് ലൈറ്റാക്കാൻ വേണ്ടി ബിന്ദു പണിക്കരുടെ ഒരു ക്യാരക്ടർ റോഷാക്കിന് ശേഷം അതിശക്തമായ ഒരു വേഷമാണ് പറയുന്നിരിക്കുക. അപ്പോൾ എനിക്ക് ഈ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ബെസ്റ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. ഈ ഇറങ്ങിയ സിനിമയിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ വരുന്ന ഒരു സിനിമയായിരുന്നു ടർബോ. അതെടുത്ത് പറയേണ്ടതുണ്ട്. കാരണം പക്ഷേ ആക്ഷൻ സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് അതിഗംഭീരമായി ഇഷ്ടപ്പെടുന്ന ആക്ഷൻ ബ്ലോക്കുകളുള്ള മമ്മൂട്ടി എന്ന മാസ് ഹീറോയെ ആരാധിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിത്രം എന്ന രീതിയിൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ഒരു തമിഴ് മാസ് എൻ്റർടൈനർ. മലയാളത്തിലെ യങ് സൂപ്പർ സ്റ്റാർസ് പോലും ഇങ്ങനെ ഐറ്റം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റൺസിനെ കൊണ്ടൊക്കെ എന്ത് ഓസമെന്ന് അറിയാം. കാരണം നമുക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈശാഖം ഇതിൽ കൂടുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അത് പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ ഇതുപോലൊരു വില്ലനെ ലേറ്റസ്റ്റ് ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. രാജീവ് ഷെട്ടി ചില സമയത്ത് മമ്മൂക്കയുടെ ലെവലിൽ നിൽക്കുന്ന ഒരു ഐറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. BGM ആണെങ്കിലും ബിന്ദു പണിക്കരുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. പിന്നെ അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ട്. അതാ ഞാൻ പറയാം, ഫാമിലിക്ക് കൂടെ ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിൽ ഏത് ടൈപ്പ് ജോണറുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഒരു കാർ ചേസിംഗ് ഒക്കെ ഉണ്ട്. അതൊരു ബോളിവുഡ് ലെവൽ രീതിയിലാണ് സാധനം ചെയ്തത്. ക്യാമറ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും എവറി ഏരിയ ഒരു BGM ആണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ഒരു കൊടുക്കുന്ന ക്യാഷിന് വർത്താണ്. ഡോണ്ട് മിസ്. പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് മാത്രമേ എനിക്ക് ഇതിൽ എടുത്തു പറയാനുള്ളൂ. ഇതിൽ പിന്നെ രാജ്ബി ഷെട്ടിയൊക്കെ നല്ല പില്ലർ റോള് ചെയ്തിട്ട് പുള്ളിനെ കാണാൻ ലുക്കില്ലെങ്കിലും പക്ഷേ പുള്ളിയുടെ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഒരു കട്ട വില്ലൻസൊക്കെ വന്നിട്ടുണ്ട്. എന്തു പറഞ്ഞാലും മമ്മൂക്കയുടെ ഫൈറ്റ് അത് ഒന്നും കാണാണ്ട് മമ്മൂട്ടി കമ്പനി ഈ പടം പിടിക്കില്ല എന്ന് 100% തെളിയിച്ചേക്കാണ് ഇപ്പോൾ ടർബോ പടം. പിന്നെ ക്ലൈമാക്സ് കൊണ്ട് നിർത്തിക്കുന്നത് ഒരു ടർബോ 2ലേക്കുള്ള ഒരു എൻട്രി പോലെയാണ്. വരണേക്ക് എടുക്കും. എന്തായാലും പടം ഞെരിപ്പടം. പടം നല്ല മാസ് പടമാണ്. പെർഫോമൻസ് അടിപൊളിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ക്യാരക്ടേഴ്സ് എല്ലാം അടിപൊളിയാണ്. മാസ് പടം അടുത്തിരിക്കുന്ന ആളെ എനിക്ക് കിട്ടാനാന്നുണ്ട്. എന്താ നമ്മൾ അത്രയും ക്ലിയറായിരിക്കും. എനിക്ക് പടം കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായി. അടിപൊളിയായിരുന്നു. പെർഫോമൻസസ് ഒക്കെ എല്ലാ ആക്ടേഴ്സും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് എടുത്ത് പറയാനായിട്ട് രാജ്ബി ഷെട്ടിയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. പിന്നെ ബിന്ദു ചേച്ചിയുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അഞ്ജന നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പിന്നെ നിരഞ്ജന എല്ലാം അഭിനയിച്ചിട്ട് മമ്മൂക്കയുടെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. മമ്മൂക്ക ഫുൾ അടിപൊളിയായിരുന്നു. നമുക്ക് ആക്ഷനൊക്കെ പൊളിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ആക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടപ്പോഴത്തേക്കും വിത്ത് മ്യൂസിക് തിയേറ്റർ എഫക്ട്സ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിരുന്നു. പിന്നെ ചേസൊക്കെ അടിപൊളിയായിരുന്നു. ശരിക്കും വേറെ തന്നെ ലെവലായിരുന്നു. ഈ വണ്ടികളൊക്കെ അടിപൊളി. എന്തായാലും അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. എനിക്ക് ശരിക്കും ആ ഗൂസ് ബംസ് വന്നു ആ സംഭവങ്ങൾ, ഈ ആക്ഷൻ ആൻഡ് ചേസൊക്കെ വന്നപ്പോഴത്തേക്കും. ആൻഡ് ഐ തിങ്ക് ഓഡിയൻസിനും അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണമെന്ന് പറയുന്നു. അല്ല, വിശ്വസിക്കുന്നു എല്ലാവരും. പിന്നെ ഇതിൽ ഭാഗമാകാൻ പറ്റിയത് സന്തോഷം. മമ്മൂക്ക അഭിനയിക്കുന്ന ഈ ചിത്രം തീർച്ചയായിട്ടും തിയേറ്ററിൽ ഇടിയുടെ ഒരു മേളം തന്നെ സൃഷ്ടിച്ചു. തീർച്ചയായിട്ടും സ്റ്റണ്ടിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നല്ലൊരു സ്റ്റോറി പറയുന്ന ഒരു ചിത്രമായിരുന്നു. എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഘടകങ്ങളുള്ള നല്ലൊരു ചിത്രമാണ് ടർബോ. ഈ പടം എന്തുകൊണ്ട് കാണണം എന്ന് പറഞ്ഞാൽ അവസാനത്തെ 15 മിനിറ്റ് അതാണ് ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് 1.5 പൊളിയാണ്. ബാക്കി മൊത്തം നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് വൺ ടൈം വാച്ച് ഫീലാണ് എനിക്ക് കിട്ടിയത്. കാരണം ഒരു ഇമോഷണൽ കണക്റ്റ് സ്റ്റാർട്ട് മോലേക്ക് കിട്ടിയില്ല.
മമ്മൂട്ടി ആ അവസാനത്തെ 15 മിനിറ്റ് എഫേർട്ട്, ആ ആക്ഷൻ ഈ പ്രായത്തിൽ അതിന് പുള്ളിക്ക് ഹാറ്റ്സ് ഓഫ്. ബാക്കി വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഈ പടത്തിൽ മമ്മൂട്ടിയെക്കാളും സ്കോർ ചെയ്താണ് അതുവരെ ബിന്ദു പണിക്കരുടെ ക്യാരക്ടർ നൈസായിരുന്നു. പുള്ളിക്കാരുടെ ഡയലോഗ്സൊക്കെ കോമിക്കലാണ്, പക്ഷെ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് മാസവർത്തിന് വലിയ കാര്യമില്ല, ഭയങ്കര പ്രഡിക്റ്റബിളായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ കണ്ടുപിടുത്ത ഇതൊക്കെ ആയിരുന്നു. ഡയറക്ഷൻ ഓൾസോ ഓക്കെ, വൈശാഖിൻ്റെ എലമെൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ് മുതലൊരു നമുക്കൊരു ഇമോഷണൽ ഫീലില്ലേ, ലൈക്ക് ഇടിക്കുമ്പോൾ അവർ ഇടി കിട്ടണം, അത് മിസ്സിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പടം കുറച്ച് ലോ ആയിരുന്നു. പക്ഷേ ക്ലൈമാക്സ് അത് മാറിയിട്ടുണ്ട്. ക്ലൈമാക്സ് ഒരേ പടി അത്രയും ഫാൻറ്റാസ്റ്റിക് സിനിമയാണ് ടർബോ. കൂടിയെല്ലാം നല്ല ലൊക്കേഷൻ, അതിലെല്ലാവരും ആട് വർക്ക് ചെയ്തു. അതുപോലെ തന്നെ രാജ്വി ഷെട്ടിൻ്റെ അഭിനയം സൂപ്പർ. പിന്നെ താരാണ് രാജ്വി ഷെട്ടി. അവർ നല്ല അഭിനയിച്ചു, നല്ല രീതിയിൽ. രാജ്വി ഷെട്ടി മമ്മൂക്ക വന്നാൽ പിന്നെ പടം ഇക്കൻ, അതിനൊന്നും പറയാനില്ല. അത് അത്ര നല്ല പടം തന്നെ. മമ്മൂക്കൻ്റെ എല്ലാവരും കാണാൻ സിനിമ. മമ്മൂക്കൻ്റെ എല്ലാവരും ഇപ്പോൾ കുറേ ഫാൻസായിട്ട് മാറും മമ്മൂക്ക ഈ സിനിമയിൽ. നല്ല സിനിമയാണ് മമ്മൂക്കൻ്റെ സിനിമ. ഞാൻ കാസർഗോഡ് മമ്മൂക്കൻ്റെ ഇഷ്ടപ്പെട്ടിട്ട് വന്നാണ്. മമ്മൂക്കൻ്റെ ഒരു ഫിലിമിന് റിവ്യൂ കൊടുക്കണം പറഞ്ഞിട്ട് തന്നെ വന്നാണ്. മമ്മൂക്കനെ അത്രയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ